Hello guys, hi guys, and how are you? It's me, Vlogger Keto here with a new video guys. New video അല്ല ന്യൂ വ്ലോഗ് ആണ് ഗൈസ്. കുറെ നാൾക്ക് ശേഷം ഞാൻ വ്ലോഗ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, എനിവേ ഇന്ന് ആവേശത്തോടു കൂടി തന്നെ നമ്മൾ ആ ഒരു ആവേശത്തിന്റെ വീഡിയോ എടുക്കുകയാണ്. കാരണം ആവേശം മൂവി നമ്മൾ കാണാനായിട്ട് നമ്മൾ ബോയ്സ് മാത്രം പോകുന്നു. നമ്മൾ ബോയ്സ്, അതായത് ഇതാണ്ടേ അപ്പുചേട്ടൻ, ഇതോ കിട്ടൂസ്, കിച്ചു, ഡാ ഒളിക്കാരിടാ നോക്കടാ, കിട്ടൂസ്, കിച്ചു, കാശി. മൂത്ത ഒരാളുടെ ആളെ ഇപ്പൊ കാണിച്ചു തരാം. ആള് പുറകിലോട്ട് പോയിരിക്കാണ് ഗൈസ്. ഇപ്പൊ കാണാം, ആളെ വരട്ട്. കാറിന് അഴിവഴിടാ ഗൈസ്. ഇതാണ് ഗൈസ് കിച്ചു. മൂത്ത ആള് ഗൈസ്. താണ്ടേ മൂത്ത ആളും കേറി. ഞാൻ ഓടിക്കണോ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, എനിവേ നമുക്ക് ഇനി അങ്ങോട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഓടട്ട്. നീങ്ങടാ ഗൈസ്. ചേട്ടൻ എന്താ ഡ്രൈവിംഗ് മോഡിലാണ് ഗൈസ്. താണ്ടേ ഇവിടെ കിട്ടൂസ്, താണ്ടേ കിച്ചു ഇവിടെ ഇരിപ്പുണ്ട്. കാശി അങ്ങറ്റം. അപ്പുചേട്ടനായിരിക്കുന്നു. മനപ്പൂർവ്വം കേട്ടോ നോക്കാത്തത്. അതാ ഇപ്പൊ നോക്കി. ഓക്കെ ഗൈസ്, അപ്പൊ ഇങ്ങനെ പോകുമ്പോഴേ നമുക്ക് വൈബ് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇങ്ങനെ പോകുമ്പം, അല്ലെങ്കിൽ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോഴേക്കും നമുക്ക് വൈബായിട്ട് പോകാൻ പറ്റും. അല്ല ഫാമിലിയുടെ കൂടെ നമ്മൾ മൂവിക്ക് പോകണമെങ്കിൽ ഇല്ല ഒരുമാതിരി. അതല്ല ഫാമിലി, അതായത് ഫാമിലിയുടെ കൂടെ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാനൊന്നും പറ്റത്തില്ല ഗൈസ്. പക്ഷെ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു അവസരത്തില് ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങളിൽ നമുക്ക് അടിച്ചു പൊളിച്ച് പാട്ട് കേട്ടോട്ടെ. പാടായിട്ട് ഇവന്റെ ഇല്ല ഡയലോഗ് പറഞ്ഞാൽ മതി. ഫ്രണ്ട്സിലെ ജയറാമിനെ കാണാത്. കറക്റ്റ് തന്നെ ഗൈസ്. നമ്മൾ ആക്ച്വലി ഇത് ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഒരു പോക്കാണ്. ഇപ്പം 15 മിനിറ്റ് പ്ലാൻ ചെയ്തു. ഓക്കെ, അതെങ്കിൽ അത് 15 മിനിറ്റെങ്കിൽ 15 മിനിറ്റ്. ഓക്കെ ഗൈസ്, ഏതായാലും നമ്മൾ അത്ര പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് പോയി കാണാൻ പോകുന്ന ഒരു സിനിമയാണ് ഈ ആവേശം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കാണാൻ പോകുന്ന തിയേറ്റർ ഏതാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അവിടെ എത്തിയിട്ടില്ല നമ്മൾ. കടക്കലില്ലേ എക്സാക്ട് സ്ഥലം ശ്രീകാര്യം, ആറ്റുപുറം. ഓക്കെ ഗൈസ്, അപ്പം നമ്മള് ആറ്റുപുറത്തുള്ള ശ്രീശൈലത്തിൽ നിന്നാണ് ആവേശം എന്ന് പറയുന്ന സിനിമ കാണാൻ പോകുന്നത്. ഓക്കെ, എനിവേ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് ഉള്ള വിശേഷങ്ങൾ കാണാം. പിന്നെ ഇവരോടെ ആയതുകൊണ്ട് ഒരു വൈബ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിയർ ആയി കാണത്തില്ല. അല്ലെങ്കിൽ ഈ ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വൈബ് അടിച്ചൊന്നും പോകാൻ പറ്റത്തില്ല. ഞാൻ 100% പറയുവാണ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്നാണ് ഉള്ളതാണ്ട്. മെയിനാൾ ഇതാ നിൽക്കുന്നു, നമ്മുടെ മെയിനാൾ ഇതാ നിൽക്കുന്നു. ഫഹദ് ഫാസിൽ രണ്ട് സൈഡിലോട്ട് നിൽപ്പുണ്ട്. നമ്മളെ പട്ടാളങ്ങളാണ്ട് കിട്ടൂസ്, കാശി, അപ്പുചേട്ടൻ, കിച്ചു. ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയി. എന്താടാ ആശി നോക്കി പഠിപ്പിക്കുന്ന? എടാ സിനിമയുടെ കാര്യം മുമ്പേ ചോദിക്കാം. സിനിമ കിടിലായിരിക്കില്ലേ? കാശി, സിനിമ സൂപ്പർ ആയിരിക്കില്ലേ? കാരണം ഹിപ്സ്റ്റർ ഉള്ളതുകൊണ്ടോ?
ഡയലോഗ് കോപ്പി അടിക്കുന്നത് നമുക്ക് പറഞ്ഞൊരു കാര്യമില്ല. എടാ കിച്ചു, സിനിമ എങ്ങനെയായിരിക്കും? നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സിനിമ എങ്ങനെയായിരിക്കും? അവന് എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ ഗൈസ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ചേട്ടനടുത്തും അപ്പച്ചേട്ടനടുത്തും ചോദിക്കാം ഗൈസ്. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ അപ്പം എന്നിട്ട് ഞാൻ ഇവിടുത്തെ ചോദിക്കുന്ന ഒരു വിഷ്വൽ നിങ്ങൾ കണ്ടതല്ലേ? അപ്പം ഇവരെല്ലാവരും പറഞ്ഞ് എടാ നീ വീഡിയോ എടുക്കുന്നു, പക്ഷേ എല്ലാവരെയും പോയിന്റ് ഓഫ് വ്യൂ നീ ആണെന്ന്, എല്ലാവരും ശ്രദ്ധിക്കുന്ന എന്നെയാണെന്ന്. പക്ഷെ നമുക്ക് നമ്മുടെ ജോലി ചെയ്താലേ പറ്റൂ. ആൾക്കാർ ശ്രദ്ധിക്കുന്നോ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ഞാൻ നോക്കാറില്ല. ഐ ആം ജസ്റ്റ് ഡൂയിങ് മൈ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വളർച്ച. അത് പോയി കാശി ഇവിടെ ഇരിക്കുന്നുണ്ട്, നോക്കടാ. പിച്ചു താണ്ട്, അപ്പച്ചേട്ടൻ താണ്ട്, കിട്ടൂസ് താണ്ട്. നമ്മൾ വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ലെന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വാങ്ങിക്കാനായിട്ട് ചേട്ടൻ ഒന്ന് പുറത്തോട്ട് പോയേക്കുവാണ്. ചേട്ടൻ വന്നിട്ട് ചേട്ടനെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടായിരുന്നു, നമ്മുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം മറ്റുള്ളവർ നമ്മളെ നോക്കുന്നോ ഇല്ലയെന്ന് ഞാൻ നോക്കാറില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യമേ കയറി, കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് AC ഇടാൻ വേണ്ടി ആദ്യമേ കയറി തണുപ്പം കൊണ്ടിരിക്കുക ഇവിടെ. ഇതായിരുന്നു ചേട്ടൻ. ഇരുട്ടായതുകൊണ്ട് ഗ്രെയിൻസ് ഒക്കെ വന്നിരിക്കാം. അപ്പം അതിൻ്റെതായ ജസ്റ്റ് പരിമിതികളുണ്ട്. ഓക്കെ, കാശിക്ക് എന്തോ കളഞ്ഞു കിട്ടി. ആടാ മോനെ, കാശി എങ്ങനെ ഉണ്ടായിരുന്നു അറിയാ ഫസ്റ്റ്? അപ്പൊ ചേട്ടാ കിട്ടൂസേ ഫസ്റ്റ് ഹാഫ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫ് എക്സ്പീരിയൻസ് സെറ്റല്ലേ? അയ്യോ കിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു അടിപൊളി പടം. ഇന്റർവെൽ ആയതേ ഉള്ളൂ, ഫസ്റ്റ് ഹാഫ് ആയതേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് ഇനി പറയാം. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം, പടത്തിൻ്റെ കാര്യം ഞാൻ കാർ കയറിയിട്ട് പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ കളിയും കൂടെ ഉണ്ടായിരുന്നു. കേരളം 3-1 ജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓക്കെ, ഞാൻ ഏതായാലും കാർ കയറിയിട്ട് നമ്മൾ സിനിമയുടെ വിശേഷങ്ങൾ പറയാം. ഓക്കെ ഗൈസ്, പടത്തിനെ കുറിച്ച് എനിക്കൊന്നും പറയില്ല. ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞതുപോലെ തന്നെ പടം അടിപൊളി പടം തന്നെയാണ്. സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. ആവേശം ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ സിനിമ. ഫാസില് ചില സീൻസ് കണ്ട് എന്റെ പൊന്നെ ചിരിച്ച് ഊപ്പാട് വന്നു. നമുക്ക് ആദ്യം ബാക്ക് റോ ആണ് കിട്ടിയത്, പിന്നെ നമ്മൾ സീറ്റ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. വൈബ് പടം, ഒരു രക്ഷയില്ലാത്ത പടം. നെഗറ്റീവ്സ് പറയാനുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ നെഗറ്റീവ്സ് ആയിട്ട് പറയാൻ എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് പറയാനൊന്നുമില്ല. നമുക്ക് അവരെ നിന്നൊക്കെ കേൾക്കാം. ചേട്ടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടം. ഇത് നെഗറ്റീവ്സ് എന്തെങ്കിലും പറയാനുണ്ടോ പടത്തിനെ കുറിച്ച്? തുടക്കം മാത്രം. ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അത്രേ ഉള്ളൂ. കാശി ഒന്നും പറയാല, കിടിലം കളിയാണ്. നീ ഒന്നേ കേരളത്തിന്റെ കളിയാണോ അല്ലെങ്കിൽ ഇത് പറയണം? കിടിലം സിനിമ. പോയല്ലേ? ഓക്കെ എടാ അങ്ങോട്ട് മാറിയിട്ടാ എടാ കിച്ചു, പടത്തിനെ കുറിച്ച് പറയണ എക്സ്പ്രഷൻസ് പോരാ. പടം നല്ല പടമാണ്. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യ ഹാഫിൽ ഇൻട്രോയെ കഴിഞ്ഞ് ഭയങ്കര ലാഗായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. ഒരു 10-ല് നിങ്ങൾ എല്ലാവരും എത്ര റേറ്റിംഗ് കൊടുക്കും? 10-ല് 10 കൊടുത്തു. അപ്പുചേട്ടാ പറ അപ്പുചേട്ടാ. ചിരിയൊക്കെ പറയടാ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒന്ന് ലാഗാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. അത് തിരിച്ച് വീട്ടിൽ പൊക്കോണ്ടിരിക്കുക. തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഇപ്പൊ ഏകദേശം സമയം എന്തിൽ 12:37 PM. ആ തെറ്റാണ് ഗൈസ്.
വണ്ടി നമ്പർ 9:25 9:25 അതായത് 9:30 ആവും നമ്മൾ വീട്ടിൽ എത്തുമ്പോൾ എന്തായാലും. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളു ഗൈസ്. ടുഡേ ഐ ആം സൈനിങ് ഓഫ്. വ്ളോഗർ കിത്തോ ആൻഡ് പീപ്പിൾ കോൾ മീ വികെ ഗൈസ്. അപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പറയണേ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാണെങ്കിൽ ഞാൻ ഇനി മുതൽ വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പൊ എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ്. ഓക്കെ, അതിന് മാത്രം കാര്യമുണ്ട്. ഓക്കെ ഗൈസ്.